നമ്മൾ ഈ കണ്ട ഞെട്ടിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത് തൃശ്ശൂരിലെ പിള്ളേരാണ്. തൃശ്ശൂരിലെ യോഗാസന ഇവിടെ ഇപ്പൊ മത്സരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന പിള്ളേരാണ്. നമുക്ക് ആദ്യം അവരുടെ പേരുകൾ പരിചയപ്പെടും. എന്റെ പേര് ഋഷികേശ്. അർജുൻ, കിരൺ, അനന്യ, ഋതുബാല. ഇവിടെ ഈ 5 പേരാണ് തൃശ്ശൂരിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വരുന്നത്. ഒരാളും കൂടി ഉണ്ട്. നമുക്ക് ഇവരുടെ പാരന്റ്സിലേക്കും കൂടെ ഒന്ന് പോവാം. വിദ്യ, ശ്യാമ. പക്ഷെ ഇവർക്ക് ഒരു നമ്മൾ എടുത്തു പറയേണ്ടത്, ഇവർ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ എത്തുന്നത്. ഇവർക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. നമുക്ക് അവരിലേക്ക് തന്നെ പോകാം. എന്താണ് സംഭവിച്ചത് ആക്ച്വലി കഴിഞ്ഞ ദിവസം? സംഭവിച്ചൊന്നുമില്ല, നമ്മളെ ഇതിലെ കുട്ടികളെ നമ്മൾ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. ഇതിന്റെ ഒരു മാനേജർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്കറിയില്ല. ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഡേറ്റിന് നിങ്ങൾ തലൂസ് അറിഞ്ഞത്, ഡേറ്റ് മാറി തീർക്കാം. അപ്പൊ ഈ ജില്ല ഉപജില്ല അതിന്റെയൊക്കെ ഡേറ്റുകൾ ഇതേപോലെ അവസ്ഥയായിരുന്നു. അപ്പൊ ഈ അവസ്ഥ തന്നെയായിരുന്നു. കാര്യത്തില് നമുക്ക് വിഷ്വൽസ് കാണുമ്പോ തന്നെ കാര്യക്ഷമമായിട്ട് വേണ്ട ഒരു കാര്യം നമ്മളടുത്ത് വെച്ചിട്ട് കാര്യമില്ലേ, നടത്തിപ്പിക്കാരോട് നിങ്ങൾ ചോദിക്കുകയെ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നവരല്ലേ, നിങ്ങൾ ആദ്യം അവരോട് ചോദിക്കുകയും, നമ്മൾ കുട്ടികൾ എത്ര കഷ്ടപ്പെട്ട് വന്ന ആൾക്കാരല്ലേ, നിങ്ങൾ അവരോട് അന്വേഷിക്കുകയും. അപ്പൊ നമുക്ക് പറയാനുള്ളൂ, നമുക്ക് നമ്മുടെ ആവശ്യം നമ്മുടെ മക്കളെ അവിടെ എത്തിക്കണം, അത് നമ്മൾ എത്തിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു സെന്ററിൽ പഠിക്കുന്നവരാ, അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. ഇത് എത്ര നാൾ മുമ്പാണ് ഇത് അറിയുന്നത്? ഈ ഒരു ഡേറ്റ് ചേഞ്ച് ആയി നമ്മൾ ഇന്നലെയാണ് അറിയുന്നത്. ഇന്നലെ എല്ലാം മിനിഞ്ഞാന്നറിഞ്ഞു. ഞങ്ങളപ്പോ മിനിഞ്ഞാന്ന് തന്നെ ടിക്കറ്റ് എടുത്തു. കുട്ടികളിപ്പോ ടീച്ചേഴ്സ് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 പേര് പാരന്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. തൃശ്ശൂരിന്ന് ഞങ്ങൾ പോകുന്നു. ഞാൻ ഒരു സാറിനെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ അവര് ഇവിടെ എത്തിക്കാനാ പറഞ്ഞത്, ഇവിടെ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യാനാ പറഞ്ഞത്. നമുക്ക് ഇതുവരെ ആരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. നമ്മളിതിപ്പോ പങ്കെടുത്ത് കഴിയുമ്പോൾ കുട്ടികളുടെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പർ അടക്കം കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് യാതൊരുവിധ കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല. സാധാരണ നമ്മൾ ഗ്രൂപ്പായിട്ട് വരാറുണ്ട്, തൃശ്ശൂർ ജില്ലാ ടീമായിട്ട് വരാറുണ്ട്. അതൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ജേഴ്സി പോലും കിട്ടിയത്. ഞങ്ങൾക്ക് അത് തന്നതും ആരാണെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. കണ്ടപ്പോ ആളും പറഞ്ഞു ഒന്നും ഞങ്ങൾക്കറിയില്ല. നമുക്കിപ്പോ നമ്മുടെ ഇതുള്ളത് കൊണ്ട് ഈ കുട്ടികൾ ഇപ്പൊ ഞങ്ങൾ സ്കൂൾ ഓഫ് യോഗ ബെന്നിമാഷിന്റെ കീഴിലാണ് ഞങ്ങൾ കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എത്തിക്കണു. ഞങ്ങൾ പാരന്റ്സ് തന്നെ ഞങ്ങളുടെ റിസ്കിൽ എത്തിക്കണു, പങ്കെടുക്കണു. അതേ റിസ്കിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോകണു. അല്ലാതെ വേറൊരു ഇതും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അധ്യാപകരും ഇതിൽ പങ്കെടുക്കാൻ കൂട്ടാക്കിയിട്ടില്ല. അധ്യാപകരാരും വന്നിട്ടില്ല. അവരും നമ്മുടെ അടുത്ത്. പിന്നെ ഇതിലെന്താ എനിക്ക് തോന്നിയിടത്തോളം കുറെ കായിക അധ്യാപകര് സമരം എന്ന് പറഞ്ഞതിൽ മാറി നിൽക്കുന്നുണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്നുള്ളത് അറിഞ്ഞൂടാ. പക്ഷെ സ്കൂൾ ഗെയിംസിൽ ഒരുവിധം എപ്പോഴും ഞങ്ങൾ പാരന്റ്സ് റിസ്ക് എടുത്തിട്ട് വരാറ് തന്നെയാണ് പതിവ്. ആരും ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാനോ ടീം മാനേജറോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ബാക്കി മത്സരങ്ങളെ പോലെയല്ല. അങ്ങനെയാണ് നമുക്ക് ഇതുവരെയുള്ള അനുഭവം. ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴേക്കും ഈ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടെ വേണ്ടി. അത് ഇവര് പോകുന്നത് വേറെ അഡീഷണൽ ആണല്ലോ. ഇവര് വേറെ സ്ഥാപനത്തിൽ പഠിക്കുന്നത് കൊണ്ട്, സ്കൂൾ ഓഫ് യോഗയിൽ പോകുന്നത് കൊണ്ട് അവിടെ നിന്ന് മാഷ് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. സ്കൂളായിട്ടുള്ള ഇതില്ല. പിന്നെ ഈ കലോത്സവം ആയതുകൊണ്ട് സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് കുട്ടികൾ വരുന്നത്. പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നു. അവരുടെ പെർമിഷൻ കൊണ്ട് അവർ സ്കൂളിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും പാരന്റ്സ് പിന്നെ എല്ലാം കൊണ്ടുപോകുന്നു മാത്രം. ഇതേ അവസ്ഥ തന്നെയായിരുന്നു സബ് ജില്ലയിലും ജില്ലയിലും റവന്യൂലും ഒക്കെ. സബ് ജില്ല തലേദിവസം അറിഞ്ഞായിരുന്നു അല്ലേ? സബ് ജില്ല തലേദിവസം, പിറ്റേ ദിവസം ഡിസ്ട്രിക്ട്. സബ് ജില്ല തലേദിവസം, അടുത്ത ദിവസം ഡിസ്ട്രിക്ട്. അങ്ങനെ മത്സരം നടന്നത്. കുട്ടികളുടെ ഒരു മാനസിക സമ്മർദ്ദം അതിലൊന്നും ഇപ്പൊ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മൾ കൊണ്ടുവരണം. നമ്മള് പറഞ്ഞില്ലേ, അവർക്ക് കഴിവുള്ളവർ വരുന്നു. അപ്പൊ അവരുടെ പാരന്റ്സ് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതേപോലെ കൊണ്ടുവരാം, പങ്കെടുക്കാം, നമുക്ക് തിരിച്ചു പോവാം. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പറയുന്നത് ഭക്ഷണം. നമുക്ക് ആദ്യമായിട്ടാണ് ഇവിടുത്തെ ഭക്ഷണം. അത് നല്ലതും പറയണല്ലോ, നല്ല ഭക്ഷണമായിരുന്നു. പിള്ളേർക്ക് വയറ് നിറച്ച് ഇഷ്ടമുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ബുദ്ധിമുട്ടിയില്ല. പിന്നെ താമസ സൗകര്യം കുഴപ്പമില്ല. ബസ് സൗകര്യം ഇട്ടതും കുറച്ചങ്ങനെ ഡിലേ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. വരുന്നതും നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലാണ്ട് ഇവിടെ വന്നിട്ട് നല്ല ഭക്ഷണം അല്ല പാരന്റ്സിനായാലും അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അതും പറയണല്ലോ, അതൊക്കെ ഓക്കെയാണ്. അതാണ് നിലവിലെ അവസ്ഥ. ഇത് ഇപ്പൊ നിങ്ങളിപ്പോ പരിചയപ്പെട്ടത് യോഗ ടീമാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വന്ന യോഗ ടീമാണ്. ഇവിടെ അധ്യാപകരാരുമില്ല. ഇവരുടെ രക്ഷിതാക്കള് അവരുടെ റിസ്കിൽ എടുത്തുകൊണ്ടാണ് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നത്. അതും ഇതിന്റെ നാൾവഴികൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്നതാണ്. സബ് ജില്ല തലേ ദിവസം അറിയുന്നു, അടുത്ത ദിവസമാണ് ജില്ലയിൽ വേദി ഉണ്ടെന്ന് അറിയുന്നത്. ഇപ്പൊ സംസ്ഥാനത്തിലേക്ക് വരുമ്പോഴേക്കും മെനഞ്ഞാന്നാണ് ഇവർ വിളിച്ചിട്ട് ഡേറ്റ് മാറ്റിയ കാര്യം പറയുന്നത്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ, നിങ്ങളിപ്പോ ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയധികം ശാരീരിക ക്ഷമതയും വേണ്ടതാണ്. മാനസികമായും വിദ്യാർത്ഥികൾക്ക്
അതിനനുസരിച്ച് തയ്യാറെടുക്കേണ്ടതുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ നിന്നുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമാണ് നമ്മളോടൊപ്പം ചേർന്നത്. അവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറഞ്ഞത്. പക്ഷേ ഇവിടെ എത്തിയതിനു ശേഷം അവർക്ക് ഭക്ഷണമായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും അവർ അറിയിക്കുന്നുണ്ട്. ക്യാമറമാൻ അരുണിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18.